ഹലോ നമസ്കാരം. നമ്മളിപ്പോ ഉണ്ടല്ലോ ഈ ഒരു വിഷു യാത്രയിൽ എവിടെയാ വന്ന് നിൽക്കുന്നതെന്ന് അറിയാം. അതൊരു പ്രത്യേക സ്ഥലത്താട്ടോ. നമ്മൾ UAE തന്നെ ഒരു പ്രത്യേക സ്ഥലത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. വിഷുവിന് അന്ന് രാവിലെ എന്താ, വിഷു എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവമേ ഒരു നല്ല കനത്തില് കൈനീട്ടം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഓരോ ദിവസം നമ്മൾ രാവിലെ എഴുന്നേക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകള് മോശമാക്കല്ലേ ഈശ്വര, ഈ കൊല്ലം നന്നാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ലേ എനിക്ക്. അപ്പോൾ വിഷുവിന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആദ്യത്തെ കാര്യം കൈനീട്ടാണ്. അപ്പോൾ കൈനീട്ടം എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഗോൾഡ് കോയിനോ അല്ലെങ്കിൽ നല്ലൊരു ജ്വല്ലറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊരു ഇരട്ടി മധുരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിഷു കൈനീട്ടം ഈ ഒരു ജേർണിയിൽ NTVയുടെ നമ്മൾ വന്ന് നിൽക്കുന്നത് UAEയില് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ, ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സ്വർണത്തിന് ഒരേ വിലയാണ്, അതല്ല ഏറ്റവും ലോവസ്റ്റ് മേക്കിംഗ് ചാർജിൽ ഏറ്റവും നല്ല സർവീസിൽ എവിടെ കിട്ടും സ്വർണം എന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും ഈ ഒരു ഗോൾസൂക്കിലാണ് ഏറ്റവും കൂടുതൽ സ്വർണത്തിന്റെ ആ ഒരു കളക്ഷൻ ഉള്ളത്. എവിടെ നോക്കിയാലും കേട്ടോ, എങ്ങ് നോക്കിയാലും ജ്വല്ലറിയാണ്. അപ്പോൾ എല്ലാവരും ഒറ്റ വാക്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്തൊരു ജ്വല്ലറിയുടെ മുന്നിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സൈബ ജ്വല്ലറിയുടെ മുന്നിലാണ് ഇപ്പം ഞാനുള്ളത്. അപ്പോൾ ഇവരുടെ വിഷു ആയിട്ട് ഒരുപാട് കളക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വിഷു കളക്ഷൻസും അതുപോലെ പുതിയ എന്തെങ്കിലും മോഡൽസ് ഉണ്ടെങ്കിൽ അതുപോലെ എങ്ങനെയാണ് ഇവർ മേക്കിംഗ് ചാർജ്, എന്തൊക്കെ സർവീസ് ആണ് ഇവർ നമുക്ക് തരാൻ പോകുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ വി ഡെഫിനറ്റ്ലി ഹാവ് ടു സ്റ്റെപ്പ് ഇൻസൈഡ്. അപ്പോൾ ഗോൾഡ് സൂക്കിൽ അതിൻ്റെ നടുവിൽ തന്നെയുള്ള ആരോട് ചോദിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ആ നടുവിൽ തന്നെയുള്ള സൈബ ജ്വല്ലറിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ NTVയുടെ ഈ ഒരു വിഷു യാത്രയിൽ, വിഷു കൈനീട്ടത്തില് സൈബ ജ്വല്ലറിയുടെ കൂടെ ആവട്ടെ നമ്മുടെ ഒരു കൈനീട്ടം, സ്വർണ്ണ കൈനീട്ടാവട്ടെ. കൊല്ലം ഭയങ്കര എന്താ പറയുക, ഈ ഒരു കൊല്ലം ഈ ഒരു സ്വർണത്തിന്റെ ഒരു പൊലിമയിൽ അങ്ങ് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും പറ്റട്ടെ. അപ്പോൾ വിഷിംഗ് വൺ ആൻഡ് ഓൾ ഹാപ്പി വിഷു ആൻഡ് വെൽക്കം ടു ദി ഷോ. ഇവിടെ എനിക്ക് ഒരാളെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പൊ വിഷുവിന് എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പുള്ളിയോട് ചോദിക്കാം. എന്റെ പേര് സിജോ. നാട്ടിൽ വയനാട്. വയനാട് ഓൾ ദി വേ ഫ്രം ദുബായ്. ഇവിടെയാണോ പറയുന്നത്? അതെ. അപ്പൊ സിജോ, നമുക്ക് സൈബ ജ്വല്ലറി എന്താ വിഷു സ്പെഷ്യലായിട്ട്, വിഷു കൈനീട്ടം സ്പെഷ്യലായിട്ട് നമ്മൾ ഒത്തിരി കോയിൻസ് കരുതിയിട്ടുണ്ട്. സൈബയുടെ കോയിൻസ് എന്ന് പറയുമ്പോൾ കണ്ടോ, കൈനീട്ടത്തിന് ആക്ച്വലി ഇങ്ങനെ ഈ കോയിൻ ഇട്ട് കൊടുക്കാൻ തന്നെ ഒരു രസം ഉണ്ടാവും അല്ലേ? അതാണ് അതിന്റെ ഭംഗി. അതാണ് ഇതിന്റെ ഭംഗി. വിഷു കൈനീട്ടം എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഒരു നിറയെ കോയിൻസ് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് തരിക. വിഷു തന്നെ ഒരു ആഘോഷമല്ലേ? ആഘോഷമാണ്. അപ്പം സ്വർണം കൈനീട്ടായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമാണ് അല്ലേ? അപ്പൊ നിങ്ങൾ അപ്പാർട്ട് ഫ്രം കോയിൻസ് എന്താണ് സ്പെഷ്യൽ കളക്ഷൻസും ഒക്കെ ആയിട്ട് നമുക്കൊരു ട്രഡീഷണൽ സൈഡിൽ നോക്കാം. ട്രഡീഷണൽ സൈഡിലാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രഡീഷണൽ ഐറ്റംസ് ആണ് ഇതെല്ലാം. ഇതെന്താണ് സംഭവം? ഇതിനകത്ത് ഇത് ചെറിയ സ്റ്റോൺസ് ആണ് ഇതിനകത്തുള്ളത്. പിന്നെ ഒരു റൂബിയുടെ സ്റ്റോൺ ഉണ്ട്. ചെറിയ സ്റ്റോൺസ് ഉണ്ട്. അതിന്റെ ഷൈനിങ്. ഇതിന് സെമി ആന്റിക് എന്നെല്ലാം പറയും. അതെ അതെ. ഇതാണ് ശരിക്കും ആന്റിക് എന്ന് പറയുന്നത്. പ്രത്യേക സംഭവം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആന്റിക്കാണ്, പക്ക ആന്റിക്കാണ്. പക്ഷെ എന്താ പറയുക, ട്രെൻഡി കൂടെ ആണ്. ഇത് നമ്മൾ ഇടുമ്പോഴത്തേക്കും ഒരു സൽവാറിന്റെ കൂടി ഒരു ലാച്ച അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇറങ്ങിയൊന്നും ഇല്ലാണ്ട് ഒരു ഇതിങ്ങനെ ഇതിന് എക്സ്റ്റൻഷൻ ഉണ്ട് അല്ലേ, കട്ടി വെച്ചിട്ട് നമ്മൾ. ഓക്കെ, അപ്പം നല്ല ഒരു പ്രത്യേക ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. ഇതെന്താണ് സംഭവം? അത് നമ്മുടെ നാടൻ കേരളൻ തനിമയുടെ നാടൻ കേരളൻ ഡിസൈൻ. പണ്ടേ കണ്ടിട്ടുണ്ട്. പുതിയൊരു ഡിസൈനാണ്. ഇതിന് പ്രത്യേകം നമ്മൾ കേരള സാരി കൊടുക്കുകയാണെങ്കിൽ കേരള സാരിയുടെ കൂടെ ഭയങ്കരമായിട്ട് ബ്ലണ്ട് ആവും. കേരള ട്രഡീഷനാണ്. ഇപ്പൊ പാലക്കയൊക്കെ നമ്മള് മാറ്റി ഒരു ഫാഷനബിൾ ആയിക്കാണെങ്കിൽ പച്ച കളറ് കേരള സെറ്റ് സാരിയോ പട്ട സാരിയുടെ കൂടെ ഒക്കെ പോകും. ഇനിയിപ്പോ സൽവാറിന്റെ കൂടെ ഇടാണെങ്കിലും തെറ്റില്ല അല്ലേ? ഇത് ടെമ്പിൾ കളക്ഷനിൽ വരുന്നതാണ്. ചെട്ടിനാട് ഏകദേശം ഒരു മിക്സ്ഡ് ആണ്. ഇത് ടെമ്പിൾ കളക്ഷൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഡിമാൻഡ്? ടെമ്പിൾ കളക്ഷൻ ആണോ ഇവിടെ ഡിമാൻഡ് വരുന്നത്? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങി നല്ല
അപ്പം ഇത് കാണുന്നുണ്ടായിരിക്കും ടെമ്പിൾ കളക്ഷൻ ആണ്. നമ്മൾ കല്യാണ സമയത്തൊക്കെ എല്ലാവരും എന്തായാലും ആ ഒരു സെറ്റ് ഓഫ് ജ്വല്ലറിയുടെ ഇടയിൽ ഒരു ടെമ്പിൾ. ഞാൻ പിന്നെ ഇവിടെ വന്ന സമയം മുതൽ നോക്കുന്ന ഒരു സംഭവം ഇതാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര അട്രാക്ട് ചെയ്തു. ഇതിനെന്താ പറയാ? ഇതും ചെട്ടിനാട് കളക്ഷൻ. ഇതും ചെട്ടിനാട് കളക്ഷൻ ആണ്. ഇത് ഒരുപാട് പേര് വന്ന് മേടിക്കുന്ന ഒരു ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതായത് പണ്ടൊക്കെ നമ്മുടെ വലിയ ലോക്കറ്റ് ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ സൈഡിൽ ലോക്കറ്റ്, അതാണ് സൈഡാണ് ഇപ്പോൾ. ഞാൻ ഇട്ട് നോക്കിയാൽ കുഴപ്പമില്ല. തീർച്ചയായിട്ടും നമ്മൾ ഇട്ട് നോക്കി ഇട്ട് നോക്കുമ്പോൾ നല്ല സന്തോഷമാണ്. ഇത് വന്ന സമയം മുതൽ നോക്കുന്നു കേട്ടോ. കാണുവാണെങ്കിൽ ഉണ്ട് ഒരു അഭിപ്രായം. ഇത് എത്ര പവനാണ്? ഇത് ആക്ച്വലി ഞാൻ ദൂരെന്ന് കാണുമ്പോൾ ഒരു വെയിറ്റ് ഇല്ല, ലൈറ്റ് വെയിറ്റ് ആണ് അല്ലേ? കാണുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ലൈറ്റ് വെയിറ്റ്. നാലാളടുത്ത് കാണുമ്പോൾ എത്ര വെയിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. നല്ല പോഷാണ്, കാണുമ്പോൾ തന്നെ ഒരു പോഷ് ലുക്കാണ്. പക്ഷെ ഇടുമ്പോൾ അത്ര വെയിറ്റ് ഇല്ല. ഇത് എത്ര പവൻ ഉണ്ടായിരിക്കും? ഇതൊരു 3.5 പവൻ്റെ ഉള്ളിൽ. ഇതൊരു 3.5 പവനേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ നല്ല പൊലിമയുണ്ട്, നല്ല പോളിച്ചുണ്ട്, അങ്ങനെയല്ലേ പറയാ? ഓക്കെ, അപ്പോൾ 3.5 പവനേ ഉള്ളൂ. പക്ഷെ ലുക്സ് വെരി നൈസ്. കുർത്തയുടെ കൂടെ പോവും, ചുരിദാറിന്റെ കൂടെ പോവും. ഇനിയിപ്പോ സെറ്റ് സാരി എടുത്തിട്ടാണ്, പട്ട് സാരി എടുത്താൽ പക്ക ട്രഡീഷണൽ ആയിട്ട് പോകും. അത് ഈ ഒരു കളറിന്റെയും ആന്റിക്കിന്റെയും ഒക്കെ ഒരു പ്രത്യേകത അതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ അതൊക്കെ മാറ്റാം. എടുത്തു വെക്കാനും സുഖമാണ് അല്ലേ ഇത്? അങ്ങനെ ഒരു എങ്ങനെ നിങ്ങൾ ഇതാവുകയാണെങ്കിൽ എടുത്തു കഴിയുമ്പോഴത്തേക്കും ആ ഒരു പഴയ പൊസിഷനിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എടുത്തു വെക്കാനും നല്ലൊരു സുഖമാണ്. ചേട്ടാ, ഇത് ഞാൻ വന്ന സമയം മുതൽ നോക്കുന്ന ഒരു സംഭവമാണ്. ഇതെന്താ സംഭവം? ഇതെനിക്ക് ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗന്റ് അല്ലേ? ഇത് ശരിക്കും വാക്സ് മാല എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ നേരത്തെ നോക്കിയതിൽ ഇതിൻ്റെ ഒരു ബാലൻസ് ആയിട്ടുള്ള വരുന്നതാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ ഇത് കാണാൻ വെറും 8 ഗ്രാമുള്ളൂ. 1 പവനാണോ? 1 പവനുള്ളൂ. അത് കറക്റ്റ് 8 ഗ്രാം. 1 പവനേ ഉള്ളൂ കേട്ടോ. കണ്ടാ തോന്നുമോ ഈ സംഭവം ഉള്ളില് വാക്സ് ആണ്. ഇത് നിങ്ങൾ എങ്ങനെ ഇട്ടാലും ഇതിന് എത്ര പറയും? എത്ര പവൻ പറയും? കണ്ടാലൊരു 2.5-3 പവനെങ്കിലും. 2-3 പവൻ എന്തായാലും വരെ. സിമ്പിൾ ആണ്. എന്തിന്റെ കൂടെ ചേരും അല്ലെ? ഇവൻ സ്കേർട്ട് ഇട്ടോ ഷർട്ട് ഇട്ടോ എന്താണ് കുട്ടികൾക്കും അല്ലെ? പട്ടുപാടിയുടെ കൂടെ കുഞ്ഞു കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഒരു സംഭവം. വിഷുവായിട്ട് നല്ലൊരു, അതായത് ഇത് ഇവിടുത്തെ മാത്രം ഒരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും വെയിറ്റ് അല്ല, ഭയങ്കര വെയിറ്റ് പറയും. പക്ഷെ തൊട്ട് കഴിഞ്ഞാലും ഇടുകയാണെങ്കിലും ഭയങ്കര ഈസിലി ഇട്ടുകൊണ്ട് നടക്കാം. നല്ലൊരു വെറൈറ്റിയുമാണ്, നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ കാണിച്ചൊരു സംഭവമാണ്. ഇതിനെന്താ പറയാ ചേട്ടാ? ഇത് നമ്മള് ശരിക്കും ജീൻസിന്റെ ഒക്കെ കൂടെ ഇടാം അല്ലേ? ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള സാധനമാണ്. ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആണ്. എത്ര ഗ്രാം ഉണ്ട് ഇത്? ടോട്ടൽ ഇതും 1 പവൻ്റെ ഉള്ളിലേ ഉള്ളൂ. 1 പവൻ. നമ്മൾ കഴുത്തിൽ ഇടുവാണെങ്കിൽ നിൽക്കണ്ട. ഇത് ജീൻസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് റഫ് ലുക്ക് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒന്നും മേടിക്കേണ്ട. നമുക്കൊരു ഗോൾഡിൽ തന്നെ ഒരു റഫ് ലുക്ക് ഒക്കെ വരാൻ വേണ്ടി ജീൻസിൽ നമ്മൾ ഇടുന്ന മാല പോലെ ഉണ്ട്. ആ ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ പണ്ട് ഫോക്ക് ഡാൻസിന് ഇങ്ങനത്തെ മാലകൾ നമ്മൾ യൂസ് ചെയ്യും. ശരിക്കും ഗോൾഡാണ്, ഒരു പുതിയ വെറൈറ്റി ആണ് ഇവിടെ. ഗോൾഡ്, ഇത് ഗോൾഡ് തന്നെ, ഇതും ഗോൾഡ് അല്ലേ? അല്ല, ഇതല്ല, ഇത് മാത്രമേ ഗോൾഡ് ഉള്ളൂ. ഇത് ബോൾസ് മാത്രമേ ഗോൾഡ് ഉള്ളൂ. ഇതൊരു സ്പെഷ്യൽ വെറൈറ്റി ആണ്, ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇനി കുറച്ചും കൂടി ഒരു ട്രെൻഡി സൈഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിപ്പം എല്ലാം നമ്മളൊരു ട്രഡീഷണൽ സൈഡ് പാസ് ചെയ്യും. ഇനിയിപ്പോൾ ഒരു ട്രെൻഡി സൈഡിൽ സ്പെഷ്യലായിട്ട് വരുന്നതാണിത്. ഇത് യങ്സ്റ്റേഴ്സിന് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഡിസൈൻസ് ആണ്. ഇതാണ് യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന ഡിസൈൻ അല്ലേ? എടുക്കുവാണെങ്കിൽ കുറച്ച് ഹെവിയാണ്, പക്ഷെ നല്ല ഹെവിയാണ്. ഇത് തുർക്കി ഡിസൈനാണ്. തുർക്കി ഡിസൈനാണ്, പക്ഷെ ഹെവിയാണ്. ഇത് ഇടുവാണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ. ഇത് കാണുന്നത്ര, ഞാൻ ഭയങ്കര ലെങ്തി ആയിരിക്കും, അല്ല കാണുന്നത്ര ലെങ്തി ഇല്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഭയങ്കര കയറ്റി ഒരു നെക്ക് പീസ് പോലെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ കുറച്ച് ഇറക്കി കണക്ഷൻ എക്സ്റ്റൻഷൻസ് വെച്ചിട്ടിടാം അല്ലേ? ഓ, ഇത് മാഗ്നറ്റ് ആണ്. ഇടാനും സുഖാട്ടോ. കണ്ണിയില്ല, ബേളില്ല, കടിക്കണ്ട, മുറിക്കണ്ട, അതിന് ഓപ്പണർ വേണ്ട, ട്വിസ്റ്റർ വേണ്ട, ഒന്നും വേണ്ട. മാഗ്നറ്റ് ആണ്. ഈസിലി ആർക്ക് വേണമെങ്കിൽ എടുക്കാം, ഊരുന്ന ബുദ്ധിമുട്ടൊന്നും. അപ്പൊ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു, ഇത് കൊള്ളാലോ. ഇതൊരു ലീഫ്
ലീഫാണ് കുറച്ച് ഇങ്ങനെ ഇതാണല്ലേ, ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര ആടുന്ന ഒരു ലീഫാണോ? അല്ല, ഇത് അങ്ങനെ സ്റ്റഡി ആയിട്ട് കിടക്കുന്ന ഒരു ശരിയാണ്, പക്ഷേ എങ്കിലും ഫ്ലെക്സിബിൾ ആണ്, എല്ലാം ഫ്ലെക്സിബിൾ ആണ് അല്ലേ, കഴുത്തിൽ ഇട്ട് കഴിഞ്ഞാലും ഫ്ലെക്സിബിൾ ആണ്, ഇത് നല്ല ഡിമാൻഡുള്ള. ഡിമാൻഡുള്ള. ഇത് ഡയമണ്ട് ആണോ ചേട്ടാ? അല്ലല്ല, അതിനകത്തും സിലിക്കോൺസ് ആണ്, നോർമൽ സ്റ്റോൺസ് ആണ്. അപ്പോൾ ഇതും മാഗ്നറ്റ് ആണോ? യെസ്, അല്ല, അത് ജസ്റ്റ് പ്രസ് ചെയ്യാൻ വലിക്കുക. പ്രസ് ചെയ്യാൻ വലിക്കും. നല്ലൊരു രസമുണ്ട്, ഒരു ഡിഫറെന്റ് കളക്ഷൻ. ആദ്യമായിട്ട് കാണുന്നൊരു നല്ല കളക്ഷൻ. അതിന്റെ ആ ഒരു ഇവിടെയൊക്കെ ആണെങ്കിലും ഒരു ഡിഫറെന്റ് ഉണ്ട്. ഇത് എന്ത് കട്ട് എന്നാണ് ഇതിന് പറയാ? ഇതും ടർക്കിഷ് ഡിസൈൻസ് ആണ്. ടർക്കിഷ് ഡിസൈൻസ്. ഇനി ഒരു മാല ഞാൻ അവിടെ ഷെൽഫിൽ കണ്ട് ഇഷ്ടപ്പെട്ട് മാറ്റി വെച്ച മാലയുണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം നമുക്കെന്നാ. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സാധനം. എല്ലാം മാഗ്നറ്റ് ആട്ടോ. ഇത് ഇത്രയും സുഖമാണ് ഇത് അഴിക്കാനും ഇടാനും ഒക്കെ. അതെനിക്ക് ഭയങ്കര അട്രാക്ട് ചെയ്തൊരു സാധനമാണ്. ഇതിനെ കൊണ്ട് പറ്റുന്നില്ല അഴിക്കാനും ഇടാനും എനിക്കറിയണ്ടേ. ഓ, ഇത് ജസ്റ്റ് പ്രസ് ചെയ്യാ. ഓക്കെ, ഞാനാണ് കോംപ്ലിക്കേറ്റഡ് ആക്കിയത്. അപ്പൊ ഇത് കണ്ടുണ്ടോ, നല്ലൊരു ലേറ്റസ്റ്റ് കളക്ഷൻ ആണ്. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ വയ്ക്കുന്ന ഒരു ഇതുപോലെ. അപ്പോൾ നല്ലൊരു കളക്ഷനാണ്, പുതിയത് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് കളക്ഷൻ. ഒരു കുറച്ച് നിങ്ങൾക്ക് ട്രെൻഡി ആയിട്ട് ഇനിയിപ്പോൾ ഏതാണോ, ജീൻസ് ആണോ, ഡ്രസ്സ് സാരി ആണോ, എനിത്തിങ്, ഇതൊക്കെ നമ്മൾ കണ്ട ഒരുമാതിരി എല്ലാ കളക്ഷൻസും നമുക്ക് എല്ലാത്തിനും കൂടെ മാച്ച് ചെയ്യുന്നതാണ്. നമുക്ക് ഇന്ന് ഇനി കുറച്ച് ബാംഗിൾസ് നോക്കിയാലോ. ചെയിൻസ് എനിക്ക് താങ്ങാവുന്നതിലധികമായി പോയി. വിഷുവിന് ഇപ്പം നമ്മൾ കാണിച്ചിട്ടുള്ളത് വിഷുവിൻ്റെ സ്പെഷ്യൽ കളക്ഷൻ മാത്രമാണ് കേട്ടോ. ഇനി ഇവരുടേതായ കളക്ഷൻസ് വേറെ ഉണ്ട്. ട്രഡീഷണൽ കളക്ഷനിൽ നമുക്ക് പാലക്കാട് മോതിരം മുതൽ കാശുമാല മുതൽ അതൊക്കെ വേറെ ഉണ്ട് കേട്ടോ. കമ്മല് അതൊക്കെ നമുക്ക് വേറെ സൈഡിൽ. ഇപ്പം ഇത് വിഷുവിന് കൈനീട്ടം കൊടുക്കാൻ പറ്റുള്ള ഒരു സ്പെഷ്യൽ കളക്ഷൻ മാത്രമാണ് കണ്ടത്. ഇനിയിപ്പോൾ കുറച്ച് വളകളും കൂടെ ഉണ്ട്, ഇവരുടെ കൈനീട്ടം സ്പെഷ്യാലിറ്റി വളകളുണ്ട്, അതും കൂടെ നോക്കാം.